ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പോസ്റ്ററൽ ഡിഫോമിറ്റീസ് ആണ്. പോസ്റ്ററൽ ഡിഫോമിറ്റീസ് പഠിക്കുന്നതിന് മുൻപ് നമ്മൾ എന്താണ് ബോഡി പോസ്റ്റർ എന്നറിയണം. ബോഡി പോസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇരിക്കുമ്പോഴോ നിൽക്കുമ്പോഴോ കിടക്കുമ്പോഴോ നമ്മൾ നമ്മുടെ ശരീരം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പൊസിഷനെയാണ് ബോഡി പോസ്റ്റർ എന്ന് പറയുന്നത്. ബോഡി പോസ്റ്റർ നന്നായിരുന്നാൽ മാത്രമേ നമുക്ക് എന്തു കാര്യങ്ങളും നമുക്ക് കോൺഫിഡൻസോടെ ചെയ്യാൻ സാധിക്കുള്ളൂ. അതുപോലെ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ ഇഞ്ചുറി ചാൻസുകൾ കുറയ്ക്കാൻ ബോഡി പോസ്റ്റർ കൊണ്ട് സാധിക്കും. ഒരു ഗുഡ് പോസ്റ്റർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കോൺഫിഡൻസ് ലെവൽ ഇൻക്രീസ് ചെയ്യാനും സാധിക്കുകയുള്ളൂ. അതുപോലെ ഒരുപാട് ബെനിഫിറ്റുകൾ നമുക്ക് ഗുഡ് പോസ്റ്റർ കൊണ്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിലേക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് നമുക്ക് കിടക്കാം. എന്താണ് പോസ്റ്ററൽ ഡിഫോമിറ്റീസ്? ഇന്നത്തെ കാലത്ത് നമുക്ക് കണ്ടുവരുന്ന ഒരുപാട് കുട്ടികളിൽ കണ്ടുവരുന്നതാണ് പോസ്റ്ററൽ ഡിഫോമിറ്റീസ് എന്ന് പറയുന്നത്. നമ്മുടെ തെറ്റായ ജീവിത രീതികൾ, അതുപോലെ ആഹാരശീലങ്ങൾ, നമ്മുടെ തെറ്റായ വസ്ത്രധാരണം, നമ്മുടെ ഓരോരുത്തരുടെ അനുകരണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടെല്ലാം തന്നെ പോസ്റ്ററൽ ഡിഫോമിറ്റീസ് വരാം. നമുക്കൊരു പരിധി വരെ ഈ പോസ്റ്ററൽ ഡിഫോമിറ്റീസ് കണ്ടെത്തുകയാണെങ്കിൽ പരിഹരിക്കാനും സാധിക്കും. മെയിനായിട്ട് നമുക്ക് കണ്ടുവരുന്ന പോസ്റ്ററൽ ഡിഫോമിറ്റീസ് ആണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ സ്പൈനൽ കർവേച്ചർ, സെക്കൻഡ് നോക്ക് നീ, തേർഡ് വൺ ഫ്ലാറ്റ് ഫുട്ട് ആൻഡ് ഫോർത്ത് ബോ ലെഗ്സ്. ഈ 4 പോസ്റ്ററൽ ഡിഫോമിറ്റീസ് ആണ് നമുക്ക് മെയിനായിട്ട് കുട്ടികളിൽ കൂടുതലായി കണ്ടുവരുന്നത്. സ്പൈനൽ കർവേച്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം നമ്മുടെ സ്പൈൻ ഉണ്ടാകുന്ന അബ്നോർമൽ ആയിട്ടുള്ള ആ ഒരു അലൈൻമെന്റ് ആണ് സ്പൈനൽ കർവേച്ചർ എന്ന് പറയുന്നത്. സ്പൈനൽ കർവേച്ചർ മെയിൻ ആയിട്ട് നമുക്ക് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതിൽ ഫസ്റ്റ് വൺ കൈഫോസിസ്, സെക്കൻഡ് ലോർഡോസിസ് ആൻഡ് സ്കോളിയോസിസ്. കൈഫോസിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്പൈനൽ കോഡ് മെയിൻ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സെർവിക്സ്, തൊറാസിക്, ലംബാർ ആൻഡ് സാക്രം, പിന്നെ വരുന്നതാണ് ടെയിൽ ബോൺ. ഈ ഒരു സെർവിക് ഏരിയ, തൊറാസിക് സെർവിക് ഏരിയയിൽ കൂടുതൽ റൗണ്ട് ഷേപ്പിൽ കാണപ്പെടുന്ന ആ ഒരു കണ്ടീഷനാണ് കൈഫോസിസ് എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ സ്പൈൻ ഏകദേശം ഒരു നോർമൽ കർവ് ഉണ്ടാവും. ആ നോർമൽ കർവിലും കൂടുതൽ റൗണ്ട് ഷേപ്പിലേക്ക് കാണപ്പെടുമ്പോൾ അത് കൈഫോസിസ് ആയി മാറുന്നു. കൈഫോസിസ് വന്ന വ്യക്തിയിൽ കൂടുതൽ നമ്മുടെ നെക്ക് കൂടുതൽ ലീൻ ചെയ്ത് നിൽക്കുകയും നമ്മുടെ മുതുകിൽ ഒരു കൂന് പോലെ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതിന് മെയിൻ ആയിട്ടുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ മുന്നോട്ട് ആഞ്ഞു നടക്കുന്നത്, അതുപോലെ സ്പൈൻ ഇറക്ടർ പേശികളുടെ ബലക്കുറവ്, ഇതൊക്കെ തന്നെ ഇതിനൊരു കാരണമായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. ഇതിനുള്ള പ്രോപ്പർ റെമഡിയൽ മെഷേഴ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ടുള്ള എക്സസൈസുകൾ യൂസ് ചെയ്യുക, സ്വിമ്മിങ്, അതുപോലെ നമ്മുടെ യോഗയിലെ തന്നെ ഭുജംഗാസനം, ചക്രാസനം ഒക്കെ ഇതിനുള്ള ഒരു പ്രോപ്പർ റെമഡിയൽ മെഷേഴ്സ് ആയിട്ട് നമുക്ക് പറയാം. പിന്നെ വരുന്നതാണ് സ്കോളിയോസിസ് എന്ന് പറയുന്നത് നമുക്കറിയാം. നമ്മുടെ സ്കോളിയോസിസ് വന്ന ഒരു വ്യക്തിയിൽ നമ്മുടെ സ്പൈൻ നോർമൽ ആയിരിക്കില്ല, ഒരു സൈഡിലേക്ക് ഒരു കർവായിരിക്കും ഉണ്ടായിരിക്കുക. അത് നിങ്ങൾക്ക് സൈഡിൽ കാണാൻ സാധിക്കും. ഒരു സൈഡിലേക്ക് നമ്മുടെ ഷോൾഡറിൽ ഒരു സൈഡിലേക്കും സ്പൈൻ വേറൊരു സൈഡിലേക്കും ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ഇത് മെയിൻ ആയിട്ട് വരുന്നതിന് കാരണങ്ങൾ എന്ന് പറയുന്നത് കുട്ടികൾ കൂടുതലും ഒരു സൈഡിൽ മാത്രം വെയിറ്റ് എടുക്കുന്നത് മൂലം, അതുപോലെ കൂടുതൽ ആ ഒരു കാലിൽ മാത്രം പ്രഷർ കൊടുക്കുന്ന ഇത്തരം കാര്യങ്ങൾ കൊണ്ടെല്ലാം സ്കോളിയോസിസ് എന്ന ഡിഫോമിറ്റീസ് നമുക്ക് വരും.